നോക്കി. കാരണം ഞാൻ ഈ നടിയെ ഒന്ന് വിളിച്ചു. ഞാൻ ഈ ജയൻ്റെ മകനാണെന്ന് പറഞ്ഞിങ്ങനെ വാർത്തയൊക്കെ വന്നപ്പം എനിക്ക് അവരെ കാണുന്നൊരു മോഹം പണ്ട് കൊച്ചിലെ മുതലേ ഉണ്ട്. എന്നാൽ ഞാൻ ആ നടിയെ ഒന്ന് വിളിച്ചിട്ട് ജയൻ്റെ മകനാണെന്ന് പറഞ്ഞപ്പം അവർ പറഞ്ഞ് ഞാൻ എൻ്റെ മകളുടെ വീട്ടിൽ പോവാണ്, എനിക്കൊന്ന് കാണണമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ ആദ്യമേ അത് ഇതാക്കി. ഞാൻ പറഞ്ഞില്ല ചേച്ചി, ആദ്യമേ എന്നെ ഒന്ന് കണ്ടു നോക്ക്. ചേച്ചി അദ്ദേഹത്തിൻ്റെ കൂടെ ഒരുപാട് സിനിമയിൽ അഭിനയിച്ചല്ലേ, അപ്പോൾ അതിൻ്റെ അടിമുതൽ മുടി വരെയുള്ള ശരീരത്തിൻ്റെ ഭാഗങ്ങൾക്ക് ചേച്ചിക്ക് അറിയില്ല. എൻ്റെ കൈയും കാലും വിരലും ചേച്ചി മുഖവും ഒക്കെ എന്നെ നോക്കിയോ, എന്നെ ജസ്റ്റ് കാണ് ചേച്ചി, വിശ്വസിക്കണ്ട. എന്നെ ഒന്ന് കണ്ടതിന് ശേഷം ചേച്ചിക്ക് വിശ്വസിച്ചാൽ പൊങ്ങി പറ്റിയാൽ മതി, പക്ഷെ എന്നെ കാണ് എന്ന് പറയുമ്പോൾ ചേച്ചി പറഞ്ഞ് ഞാൻ മകളുടെ വീട്ടിൽ ഒരു ക്രിസ്മസ് ന്യൂ ഇയർ ഭാഗമാണ് ഡിസംബർ മാസം, ഞാൻ മകളുടെ സ്ഥലത്ത് വീട്ടിലേക്ക് പോവാണ്, വന്നിട്ട് കാണാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ എന്നാ. ഞാൻ ചേച്ചി ഈ നമ്പർ ഒന്ന് സേവ് ചെയ്തിട്ടുണ്ട്. ആ ശരിയെന്ന് പറഞ്ഞാൽ അവർ കട്ട് ചെയ്ത്. ഇവനെയൊക്കെ വിളിച്ചിട്ട് ഇന്റർവ്യൂ ചെയ്യുന്ന നിങ്ങളെയൊക്കെ സമ്മതിക്കണം ഈ ലോക്കൽ മീഡിയസിന്. ഇവന് സീമ ചേച്ചിയെ അടുത്ത് സംസാരിച്ച് ഇവനെ ശല്യാന്ന് പറഞ്ഞിട്ട് കട്ട് ചെയ്തിട്ട് പോയേ. ഈ വിവരം സീമ ചേച്ചി അടുത്ത് ചോദിച്ചപ്പോൾ സീമ ചേച്ചി പറഞ്ഞത് അയാൾ എന്തെങ്കിലും അവിടെ നിന്ന് പറയട്ടെന്ന് പറഞ്ഞത്. അയാളുടെ വിവരക്കേട് മനസ്സിലായോ? അവർക്കതൊന്നും സമയമില്ല. ചേച്ചിക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്, വേറെ എൻഗേജ്ഡ് ആണ് പേഴ്സണൽ ലൈഫിൽ, പിന്നെ അവരുടെ സിനിമ ഷെഡ്യൂളും. അവർക്ക് നിന്റെ ഈ കൊണയടി കേൾക്കാനൊന്നും അവർക്കൊന്നും താല്പര്യമില്ല, മനസ്സിലായോ? നീ ഇനിയും നേരം വെളുക്കാത്ത ഒരുത്തനാണ്, ഇനിയും നേരം വെളുക്കാത്ത നിന്റെ കുറെ ഫാൻസും ഉണ്ട്. അവരെ ആലോചിച്ചിട്ട് നടുവിരൽ നമസ്കാരം. ബിക്കോസ് എനിക്കറിയില്ല അവരെന്തിനാണ് നിന്നെ ഈ സപ്പോർട്ട് ചെയ്യുന്ന ഇത്രയും വർഷമായിട്ട്. ഇവിടെ ഒരു പരിധി ഇല്ല ഇവിടെ നിന്റെ ഈ പരിപാടിക്ക്. നിന്നെ ഇപ്പൊ പെയിന്റ് അടിക്കാനാണ്, നിന്റെ പിസ്റ്റൺ ഇളകിയിട്ടാണ് നീ പെയിന്റ് അടിക്കാൻ ഈ ലോക്കൽ മീഡിയസിൽ വന്നിരുന്നു ഇപ്പം പുതുതായിട്ട് വിളമ്പുന്നത്. ബിക്കോസ് ഞാനെന്നുള്ളൊരു വ്യക്തി ഏകദേശം ഒരു 6-7 വീഡിയോ ചെയ്തിട്ടുണ്ട്, 8 വീഡിയോ അങ്ങോട്ട് ചെയ്തിട്ടുണ്ട് ജയൻ സാറിന് വേണ്ടി, ജസ്റ്റിസിന് വേണ്ടിയിട്ട്. അതിലെ ഒരു 3-4 വീഡിയോ ഓൾമോസ്റ്റ് വൈറലാണ്, ട്രെൻഡിങ് പേജിലാണ്. ഇതിന്റെ ഈ കുരു പൊട്ടിട്ടാണ് നീ ഇവിടെ നിന്ന് ഇന്റർവ്യൂ കൊടുക്കുന്നതെന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിയാം, മനസ്സിലായി. അതിന് വേണ്ടിയിട്ട് നീ കുറച്ച് മീഡിയക്കാരെ വിളിച്ചിട്ട് കൊണയടിക്കുവാണ്. പക്ഷെ ഒന്നും ഏക്കാൻ പോകുന്നില്ല, സത്യം ചെയ്യിക്കും, മനസ്സിലായി. സത്യം എന്താണ്, നീ സോമൻ നായർ മകനാണെന്ന് നീ അക്സെപ്റ്റ് ചെയ്തിട്ട് നീ വാ. ജയൻ സാറിന്റെ ഫാമിലിയായിട്ട് ഞാൻ ബന്ധപ്പെട്ട് സംസാരിച്ചതാണ്. നീ സോമൻ നായർ മകൻ എന്നുള്ള രീതിയിൽ നീ അക്സെപ്റ്റ് ചെയ്തിട്ട് വാ. DNA അവർ റെഡിയാണ്, പക്ഷെ സോമൻ നായർ മകൻ എന്നുള്ള രീതിയിൽ നീ അക്സെപ്റ്റ് ചെയ്തിട്ട് നീ കോർട്ട് വഴി വാ. അവർ റെഡിയാണ് DNA. ഇപ്പോഴും കേട്ടോ, വളരെ വ്യക്തമായിട്ട് കേട്ടോളൂ കേൾക്കാത്തവർ. അവർ DNA റെഡിയാണ്. ഞാൻ ജയൻ സാറിന്റെ ഫാമിലിയായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. അവർ പറഞ്ഞു അവൻ ഞങ്ങളുടെ അച്ഛൻ്റെ മകനാണെന്ന് സമ്മതിച്ചിട്ട് വരട്ടെ സോമൻ നായർ, ഞാനത് അക്സെപ്റ്റ് ചെയ്യാം. ഞങ്ങളുടെ ബ്ലഡിലോടുന്ന ഞങ്ങളുടെ അച്ഛൻ സോമൻ നായർ ബ്ലഡാണ്. സോ അവൻ അത്രയ്ക്ക് ഇതാണെന്നുണ്ടെങ്കിൽ അവൻ വാ, കോർട്ടിലേക്ക് വാ. അല്ലാതെ വല്ലയിടത്ത് ഇരുന്നിട്ട് DNA ടെസ്റ്റ് എൻ്റെ പോക്കറ്റിൽ കിടക്കുന്നു, മറ്റേ മുറുക്കാൻകട കിടക്കുന്നു. പിന്നെ ഈ കുറച്ച് ലോക്കൽ മീഡിയസിനെ വിളിച്ചിട്ട് നിന്റെ വീരസാഹസ കഥ ഇന്നലെ ഒരു വീഡിയോ ഞാൻ ഇട്ടതാണ്, കണ്ടല്ലോ. സ്വന്തം അമ്മ 7-8 മാസമായിട്ട് അവര് മലവും മൂത്രവും എല്ലാം അവിടെ സാധിച്ചിട്ട് തന്നെ കിടന്ന 7 മാസമായിട്ട് നിന്റെ ചേട്ടൻ തന്നെ പറഞ്ഞ സ്വന്തം അമ്മയെ പോലും തിരിഞ്ഞു നോക്കിയിട്ട് അവന് 7-8 മാസമായിരുന്നു. അമ്മയെ വിളിച്ചിട്ട് വീഡിയോ എടുക്കാൻ അറിയാം, അച്ഛനെ മാറ്റി പറയിപ്പിച്ച് വീഡിയോ എടുത്ത് യൂട്യൂബിലിട്ട് നാട്ടുകാരെ പറ്റിക്കാൻ അറിയായിരുന്നു. പക്ഷെ അമ്മയെ നോക്കാനൊന്നും പറ്റൂല. അവസാന സമയത്ത് വലിയ അമ്മ സ്നേഹം എന്താല്ലേ നീ ഭയങ്കര ഫേക്ക് ഫേസ് ആണ് കേട്ടോ. നിനക്ക് എന്തോ പ്രശ്നമുണ്ട് കേട്ടോ. നിനക്ക് എന്തോ ഈ ഒരു ഫ്രെയിം നീ ഇഷ്ടപ്പെട്ടു. ഇത്രയും 10-25 കൊല്ലോട്ട് കിടന്ന് മെഴുകുമല്ലേ നീ. 99-ല് ഈ സോമൻ നായർ മരണപ്പെടുന്ന സമയം വരെ നീ നോക്കിയിരുന്നു, വന്നില്ല. പിന്നെ 2000-ല് ഏതോ ഒരു മോദർഭൂമിയിലുള്ള ഏതോ ഒരു ചാനലുകാരനെ നീ കൂട്ടുപിടിച്ചിട്ടാണ് ഈ മെഴുകാൻ തുടങ്ങിയത്. പിന്നെ ഈ സോഷ്യൽ മീഡിയയും കാര്യങ്ങളൊക്കെ ഒരു ലാസ്റ്റ് ഒരു ഫ്യൂ ഇയേഴ്സിലാണ് സജീവമായപ്പോൾ നീ കൂടുതൽ കൊണയടിക്കാൻ തുടങ്ങി. പക്ഷേ അന്ന് നല്ല ആമ്പിള്ളാരില്ലായിരുന്നു, സംസാരിക്കാൻ പറ്റുന്ന ആരുമില്ലായിരുന്നു. അതുകൊണ്ട് നീ വാഴുന്നു. ഇപ്പം സത്യം തിരിച്ചറിഞ്ഞ് തുടങ്ങിയ ആൾക്കാർ, ഞാൻ നോക്കിയപ്പം ഇതിനകത്ത് ഒരു സത്യം ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. നീ ഒരു ഫേക്ക് ആണെന്നുള്ള കാര്യം എനിക്ക് ഉറപ്പായി മനസ്സിലായി. നീ അവരുടെ ഫാമിലി പെട്ടതാണ്, അത് സമ്മതിക്കുന്നു. അവരുടെ ഫാമിലി പെട്ടതാണ്. നീ പാൽക്കാരൻ പയ്യന്റെ മോനും ഒന്നും അല്ല, സമ്മതിച്ചു. നീ അവരുടെ ഫാമിലി പെട്ടതാണ്. പക്ഷെ ജയൻ സാറിന്റെ അനുജൻ സോമൻ നായർക്ക് ഒരു നല്ല സമയത്ത് ഒരു അബദ്ധം പറ്റിയതാണ്. ആ അബദ്ധത്തിലുള്ളതാണ് സോമൻ നായരുടെ ഫേസ് കട്ട് എല്ലാം നിനക്ക് നന്നായിട്ടുണ്ട്. ജയൻ സാറിന്റെ ഫാമിലിയിലുള്ള ജയൻ സാറിന് അതിനെ എന്തായാലും ജയൻ സാറിന്റെ ഫേസ് കട്ട് കിട്ടത്തില്ല, കുറച്ചെങ്കിലും അവർ ഫേസ് കട്ടാണ് നിനക്ക് കിട്ടിയിരിക്കുന്നത്. അതാണ് നീ ജയൻ സാറിനെ പോലെ ഡച്ച് ആണെന്ന് പറഞ്ഞിരിക്കുന്നത്. ടിറ്റോ ഫേസ് ആണെന്ന് പറഞ്ഞ ആൾക്കാർ കമന്റ് ചെയ്ത്, മനസ്സിലായില്ലേ? സോ ഇനിയെങ്കിലും നീ ഒന്ന് മാറുക ദയവ് ചെയ്തിട്ട്. അല്ലെങ്കിൽ നീ എത്രമാത്രം ഈ വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ അതിനനുസരിച്ചിട്ട് ഓരോ ബൈറ്റ് ഞാൻ ഇട്ടുകൊണ്ടിരിക്കും. എനിക്ക് മോർ എവിഡൻസ് കിട്ടുന്നതനുസരിച്ച് നീ ഒരു വയനാട്ടിലുള്ള ഒരു സ്ത്രീ അറിയോ നിനക്ക്, ഒരു നായർ സ്ത്രീ, അതുപോലെ തന്നെ ഒരു ഈരാറ്റുപേട്ട ജീന, ഇവരെയൊക്കെ അറിയോ? ഇവരൊക്കെ വന്ന് മുന്നോട്ട് വന്ന് സംസാരിച്ച് എന്താവും സ്ഥിതി? നീ ഇവരെ കുറച്ച് നീ അതിനൊരു എക്സ്പ്ലനേഷൻ എന്താ? ഈ പറഞ്ഞ വ്യക്തികളൊക്കെ ഒരു വയനാട്ടിലുള്ളൊരു, പിന്നെ അതുപോലെ തന്നെ നിന്റെ ഭാര്യ ശക്തികുളങ്ങര സ്റ്റേഷനിൽ നിനക്കെതിരെ കേസ് കൊടുത്തിരിക്കുന്ന എന്ത് കേസാണ് പറയും? അതിനൊക്കെ ഒരു എക്സ്പ്ലനേഷൻ എടുക്കുന്നേ, അതിനൊക്കെ പറയും. ഇവരൊക്കെ ആരാണ്, എന്താണ്, അതിൻ്റെയൊക്കെ ഒരു എക്സ്പ്ലനേഷൻ പറയും.
നീ പുണ്യാണലാവരുത്, ഒരുപാട് ഇങ്ങനെ ഹരിചന്ദ്രൻ കളിക്കരുത് സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നു. ഇവന്റെ സംസാരം കേട്ട ഭയങ്കര അയ്യോ ഭാവമാണ്, പെർഫെക്റ്റ് ആണെന്നുള്ളതാണ്. എനിവേ, സത്യത്തിന് വേണ്ടി നമ്മൾ പോരാടും. ജയൻ സാറിന് നീതി കിട്ടണം. അല്ലാതെ എനിക്ക് ജയൻ സാറിന്റെ ഫാമിലിയിൽ നിന്ന് ലക്ഷക്കണക്കിന് പൈസ മേടിച്ചിട്ട് ഒരു പെയ്ഡ് പരിപാടിയല്ല ചെയ്യുന്നത്. ഞാൻ ജയൻ സാറിന്റെ ഫാൻസ് ക്ലബിൽ എല്ലാവരും കൂടെ പറയുന്നു അദ്ദേഹത്തിന് ഒരു നീതി കിട്ടണം, അദ്ദേഹം ഇങ്ങനൊരു കാര്യങ്ങളില്ല, അത് ഉറപ്പാണ് 100%. അതോ വിശ്വസിക്കുന്നുണ്ട്. പിന്നെ DNA ടെസ്റ്റിന്റെ കാര്യം ഞാൻ ഈ പറഞ്ഞോണ്ട് നീ കോർട്ടിൽ വെച്ച് ചെന്നിട്ട് കാര്യങ്ങൾ ചെയ്യും. ജയൻ സാറിന്റെ ഫാമിലി ഞാൻ പറഞ്ഞ് സെറ്റാക്കാം, അവർ വരും DNA ടെസ്റ്റിന്, അവർ റെഡിയാണ്. ഓക്കെ, പക്ഷെ അത് സോമൻ നായർ മകനാണെന്ന് നീ അംഗീകരിച്ചിട്ട് വേണം വരാൻ. ബിക്കോസ് അവരുടെ ബ്ലഡിൽ ഓടുന്ന സോമൻ നായരുടെ ബ്ലഡാണ്. അത് നീ അക്സെപ്റ്റ് ചെയ്യാൻ താല്പര്യമില്ലാത്തത് നമുക്ക് നീ ഈ ജീവിതകാലം മൊത്തം ഈ കൊണയടിച്ച് ജീവിതം മൊത്തം വേസ്റ്റ് ആക്കുന്നതല്ലാതെ ഒരു കാര്യമില്ല മോനെ. ഇതിന് എത്ര എപ്പിസോഡ് ചെയ്യാനും എത്ര ബൈറ്റ് വേണം ഞാൻ ചെയ്യും. നീ എഴുതുന്നതിനനുസരിച്ച് നിന്നെ ഇപ്പൊ പെയിന്റ് അടിക്കാറ് നാട്ടുകാർ നോക്കുന്നത്. പിന്നെ ഇവന് സപ്പോർട്ട് ഭയങ്കരമാണെന്ന് പറയുന്ന ആൾക്കാർ ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക. ഞാൻ ആ അവസാനം ഇവനെതിരെ അടിച്ചിരിക്കുന്ന ആൾക്കാരെ കമന്റ്സും കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്, അതുകൂടെ കാണുക. കണ്ടിട്ട് നിങ്ങൾ തൃപ്തി അടഞ്ഞിട്ട് പോയി. ഇവരെ നേരത്തെ സപ്പോർട്ട് ചെയ്ത ആൾക്കാരൊക്കെ എൻ്റെ വീഡിയോസ് കണ്ടിട്ട് ഇപ്പൊ എങ്ങനെ റെസ്പോൺസ് ചെയ്യുന്നത്, നിങ്ങൾ അതും കൂടെ ആ കാഴ്ചയും കൂടെ കണ്ടിട്ട് പൊക്കോളൂ. എനിവേ, ഷെയർ ദിസ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പേജും കൂടെ ഫോളോ ചെയ്യുക. ഇനി ഒരു അവസരത്തിൽ ഇവൻ അടുത്തൊരു മെഴുകക്കലായിട്ട് വരുമ്പോൾ ഞാനും വരുന്നതായിരിക്കും. ഓക്കെ. അല്ല, ആരായത്? സിനിമയെ കാണുന്നത് പോലെ തന്നെ ഉണ്ട്. നിങ്ങൾ ആരാണ്? ഞാൻ സീമ ചേച്ചിയുടെ ഒരു ആരാധകനാണ്. അവളുടെ രാവുകൾ ഞാൻ 17 പ്രാവശ്യം കണ്ടു. അതുപോലെ ആരൂഢം, വാർത്ത, അനുബന്ധം, ഇതിലൊക്കെ സീമ ചേച്ചിയുടെ അഭിനയം മനോഹരമായിരുന്നു. അതുകൊണ്ട് ശശി സാറില്ലേ? എന്താ വിശേഷം? അത് സിനിമയിൽ അഭിനയിക്കാൻ മുൻപ് അഭിനയിച്ചിട്ടുണ്ടോ? അഭിനയിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഈ അടുത്ത കാലത്ത് ഒരു അറബിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. സിനിമയിലോ? സിനിമയിലല്ല, ജീവിതത്തില്. അല്ല, നാടകത്തില്. നാടകത്തിലും ജീവിതത്തിലും ഒക്കെ തുടർന്ന് അഭിനയിച്ചാ പോരെ?